കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പും മിൽക്കും ചേർത്തുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നുറുക്ക് ഗോതമ്പ് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഷേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ്. 250 ഗ്രാമോളം വരും നുറുക്ക് ഗോതമ്പ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായി തിളച്ച് വരുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഗോതമ്പ് നന്നായി കുതിർന്ന് കിട്ടാൻ വേണ്ടിയാണ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റോളം നേരം കുതിരാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ ഗോതമ്പ് ചൂടുവെള്ളത്തിലിട്ടിട്ട് 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഗോതമ്പ്. ഇനി ഇത് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഇട്ട് അതിൻ്റെ വെള്ളം മുഴുവൻ വാർന്നു മാറ്റാം. ഗോതമ്പിൻ്റെ വെള്ളം ഒരുവിധമൊക്കെ വാർന്നു പോയിട്ടുണ്ട്. അത്രയും കുഴപ്പമില്ല. കുറച്ച് വെള്ളമൊക്കെ അതിൽ ഇരുന്നെന്ന് വെച്ച് കുഴപ്പമില്ല. നമുക്കിനി ഇതിൽ വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കേണ്ടതാണ്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് നമുക്കൊന്ന് നന്നായി അരച്ചെടുക്കാം. ഗോതമ്പ് നന്നായി കുതിർന്ന കാരണം കൊണ്ട് തന്നെ നമുക്കിതിലധികം വെള്ളം ഒഴിച്ച് അരയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് 1/4 ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി അരച്ചെടുക്കാം. ഗോതമ്പ് ഞാൻ ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പയിലൊഴിച്ച് അരിച്ചെടുക്കാം. നമുക്കിനി ഇതൊന്ന് നന്നായി അരിച്ചെടുക്കാം. ഞാനിങ്ങനെ ഒരു അരിപ്പയിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വേസ്റ്റ് ഇതിൽ നിന്ന് മാറ്റണം. ഞാനിപ്പോൾ ഗോതമ്പ് അരിച്ച് അതിൻ്റെ പാല് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും കട്ടി വേണം. ഇത്രയും കട്ടിയിലാണ് കിട്ടിയിരിക്കണം. കണ്ടോ, ഇതിൻ്റെ വേസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കും. അത് ഇനി ഞാൻ കളയുള്ളൂ. ഇത് നമുക്ക് ഇനി ഉപയോഗിക്കാനില്ല. ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ കത്തിച്ച് അതിലേക്ക് 400 മില്ലി പാല് ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര മധുരം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്താക്കണം. ഞാനിനി ഇതിൽ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് മധുരം മുമ്പ് ചേർത്താൽ മതി. അതാണ് ഞാനിതിൽ 1/4 കപ്പ് ഇട്ടാക്കണേ. ഓരോരുത്തർക്ക് ഓരോരുടെ ഇഷ്ടം അനുസരിച്ച് മധുരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായി തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പാലിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ പാലില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. തീ നമുക്ക് ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടയായി പോകും. നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇടവിടാതെ ഇളക്കണം. നമ്മളിവിടുന്ന് നീങ്ങാൻ പാടില്ല. നീങ്ങിക്കഴിഞ്ഞാൽ അതപ്പം കട്ട പിടിക്കും. അതുകൊണ്ട് നന്നായി ഇളക്കി അത് കുറച്ചൊന്ന് കുറുതാവണ വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 3 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ മിക്സ് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. നന്നായി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും കട്ടിയിൽ നമുക്കിത് സ്റ്റവ് ഓഫാക്കാം. ഇതിങ്ങനെ ശരിയായിട്ടുണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കിയാൽ മതി. കണ്ടോ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒഴുകണില്ല. അപ്പോൾ ഈ ലൈൻ ഇങ്ങനെ കണ്ടാൽ ശരിക്കും ഇത് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം. ഇനി നമുക്കിത് ഒന്ന് ചൂടാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ഗോതമ്പിൻ്റെ കുറുക്ക് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളത് ചൂടാറി വരുമ്പോൾ ഇതിൽ ചെറിയ പാട പോലെ കാണും, പിന്നെ ചെറിയ കട്ടകൾ പോലെയൊക്കെ കാണും. അത് സാരമില്ല, നമ്മളിത് മിക്സിയിൽ അടിക്കുമ്പോൾ അതൊക്കെ പോയിക്കോളും. ഞാനിപ്പോൾ ഗോതമ്പിൻ്റെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പോളം പാല് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കാച്ചി
തണുപ്പിച്ചെടുത്ത പാലാണ് ഒഴിച്ചിരിക്കുന്നത്. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലോ അല്ലെങ്കിൽ ഐസ് ക്യൂബോ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കാച്ചി തണുത്ത പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസെൻസാണ് ചേർക്കുന്നത്. വാനില എസെൻസോ അല്ലെങ്കിൽ നമുക്ക് അതില്ലെങ്കിൽ ഏലക്കായ 2 പൊടിച്ചതോ എന്തായാലും ചേർക്കാം, ഒരു ചെറിയ സ്മെല്ലിന് വേണ്ടിയാണ്. ഇനി ഞാനിതിലേക്ക് ഒരു സ്പെഷ്യൽ സാധനം ഇടുന്നുണ്ട്. 2 പീസ് ബീറ്റ്റൂട്ട് പുഴുങ്ങി വേവിച്ചെടുത്തതാണിത്. ഇത് നല്ല കളർ കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ്, വേവിച്ച ബീറ്റ്റൂട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കാം. ഞാനിപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും കട്ടിയിൽ വരും കണ്ടോ. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം. നമ്മുടെ ഡ്രിങ്ക് ഞാനിപ്പോൾ ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനതിലേക്ക് കുറച്ച് ബദാം പരിപ്പ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പിസ്ത ഉണ്ടെങ്കിൽ പിസ്തയോ അല്ലെങ്കിൽ കാഷ്യൂനട്ടോ എന്തെങ്കിലും ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ. അവസാനമായിട്ട് ഞാനിതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ തണ്ട് പുതിനയുടെ ഇലയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വല്ല അതിഥികൾ വരുന്നുണ്ടെന്ന് മുൻകൂട്ടി നമുക്ക് അറിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല തണുപ്പോടുകൂടി തന്നെ ഗസ്റ്റിന് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, ഐസ് ക്യൂബ്സും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പായിട്ട് കിട്ടും. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ കളറൊന്നും ഞാൻ ചേർത്തിട്ടില്ല, ബീറ്റ്റൂട്ടിൻ്റെ ആ കളർ മാത്രമാണ് നല്ല കളർ കിട്ടിയിട്ടുണ്ട് കണ്ടോ. പതിവ് പോലെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.